എല്ലാവർക്കും SB അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോഴിക്കട്ടയാണ്. അതിന് വേണ്ടി 1/2 കിലോ അരിപ്പൊടിയാണ്, അപ്പപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ശർക്കര ഉരുക്കി അരിച്ച് വെച്ചതാണ്. നമ്മൾ എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അരിപ്പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളമാണ്, ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം നമ്മൾ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് വേണം നനച്ചെടുക്കാൻ. അതിന് വേണ്ടി വെള്ളം വെച്ച് തേങ്ങ വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കരയാണ്, ഒരു ബൗൾ ശർക്കര. ഇത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ. ശർക്കര നല്ലപോലെ ഒന്ന് വറ്റിയിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് ഏലക്കപ്പൊടി, ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വിളയിച്ചെടുക്കാം. തേങ്ങക്കൊരു വിധം വിളഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് ഒഴിച്ച് കുഴച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളക്കുമ്പോൾ തന്നെ നമ്മൾ ഇതുകൊണ്ട് കപ്പും കൊണ്ട് കോരി എടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുക. അതുപോലെ വെള്ളമൊക്കെ എല്ലായിടത്തും നനവ് തട്ടണ രീതിയിലാക്കിയെടുക്കണം. എന്നിട്ട് വേണം കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. നമ്മുടെ ശർക്കര ഒക്കെ നല്ലപോലെ വിളഞ്ഞ് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നല്ലപോലെ വിളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് റാക്കിലിട്ടിട്ടൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. പത്തിരിക്ക് പൊടി കുഴക്കുന്നത് പോലെ വേണം കുഴച്ചെടുക്കാൻ. ചൂടാറട്ടെ. ഇതും ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. കൈമേൽ തുള്ളി എണ്ണ പുരട്ടിയിട്ട് വേണം നല്ലപോലെ ചാമ്പിയെടുക്കാൻ. മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. ഒരു കുഴികളാക്കി എടുക്കണം. ഒരു സ്പൂണ് പീര അതിലേക്ക് നമുക്ക് വെച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ ഉണ്ട ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആവിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ആവിയിലിരുന്ന് വേവണം. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കോഴിക്കട്ട റെഡിയായി. ഇനി തീ ഓഫ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം, ഒന്ന് ചൂടാറിയതിന് ശേഷം. നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോഴിക്കട്ടയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.